അഭിവന്യ തിരുമേനിയും വന്യ വൈദിക സഹോദരങ്ങളെ, വന്നെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ പദവിയായി ഞാൻ ഈ അവസരത്തെ കാണുന്നു. നിങ്ങളെ വന്ന് സംബോധന ചെയ്യുവാൻ തക്കവണ്ണം ആയുസ്സും ആരോഗ്യവും അവസരവും തന്ന ദൈവത്തെ ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആമുഖമായി ഞാൻ അധികമൊന്നും പറയുന്നില്ല. എങ്കിലും നാം ഇവിടെ പാടിയ ആ പാട്ട്, പടിഞ്ഞാറേക്കൽ തലയ്ക്കൽ നമ്മുടെ ഏബ്രഹാം എഴുതിയതായ പാട്ട് കേട്ടപ്പോൾ ഞാൻ എൻ്റെ പഴയ കാലത്തേക്ക് ഓർത്തുപോയി. ഞങ്ങൾ ഒരുമിച്ച് 2 വർഷം CMS കോളേജിൽ പഠിച്ചത് ഓർക്കുന്നു. അന്ന് എൻ്റെ അടുത്ത ബെഞ്ചിലാണ് അദ്ദേഹം ഇരുന്നത്. വലിയ ആത്മസുഹൃത്തായിരുന്നു. ക്യാൻസറായിട്ടാണ് അദ്ദേഹം മരിച്ചത്. കോട്ടയം പുത്തമ്പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സംസ്കാരത്തിൽ പോയി സംബന്ധിച്ചത് ഞാൻ ഓർക്കുന്നു. എത്രയോ പാട്ടുകൾ വിഭാഗീയതയ്ക്ക് അതീതമായി അദ്ദേഹം രചിച്ചിട്ടുള്ള, മാത്രമല്ല അദ്ദേഹം ട്യൂൺ ചെയ്തിട്ടുള്ള എത്രയോ പാട്ടുകൾ, ശതക്കണക്കിന് നൂറുകണക്കിന് പാട്ടുകളുണ്ട്. അവയിലൊന്നാണ് ഇവിടെ പാടിയത്. നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ ഒരു അരുമ സന്താനം ഈ വിധത്തിൽ ആത്മീയ മണ്ഡലത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ദൈവം ഉയർത്തി എന്നുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ആ ധന്യാത്മാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ തലയെ വണക്കുകയും ചെയ്യുന്നു. കർത്താവിൽ സഹോദരങ്ങളെ, ആമുഖമായി മറ്റൊന്നും ഞാൻ ചേർക്കാതെ വിഷയത്തിലേക്ക് കടക്കട്ടെ. ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുവാൻ, പ്രത്യേകിച്ച് ഈ സമാപന സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന നിങ്ങളോട് ഒരു സന്ദേശം നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് മുട്ടി വിളിക്കുന്ന യേശുവിനെ കുറിച്ചാണ്. അപ്പോൾ അല്പം മുമ്പ് നമ്മൾ പാടിയ പാട്ടിൽ മുട്ടി വിളിക്കുന്ന കർത്താവിനെ പറ്റി നാം ചിന്തിക്കുകയുണ്ടായി, ആലപിക്കുകയുണ്ടായി. ദ നോക്കിംഗ് ക്രൈസ്റ്റ്. കർത്താവ് പറയുന്നത് നമുക്ക് കേൾക്കാം. വെളിപാട് പുസ്തകം 3-ാം അധ്യായം 20-ാമത്തെ വാക്യം. അനേകർക്ക് പരിചിതമായിരിക്കുന്ന ഒന്ന്, എങ്കിലും ഞാനിവിടെ വായിക്കട്ടെ. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. പ്രിയമുള്ളവരെ, ഇത് ഇന്നത്തെ ഈ ദിവസം നമ്മുടെ വാതിൽക്കൽ, ഹൃദയവാതിൽക്കൽ വന്ന് മുട്ടുന്ന കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ഏറ്റവും അനുയോജ്യം എന്ന് എനിക്ക് തോന്നി. എന്നെ ക്ഷണിച്ചപ്പോൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ വന്ന് പറയേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു സന്ദേശമാണ് ഇത്. ഒന്നാമത്തെ കാര്യം, ലവുദൂക്യ സഭയെപ്പറ്റി ഒരു വാക്ക് പറയേണ്ടതായിട്ടുണ്ട്. വെളിപാട് പുസ്തകത്തിലെ 2ഉം 3ഉം അധ്യായങ്ങളിൽ നാം കാണുന്ന 7 കത്തുകൾ ആണ്. ആ 7 കത്തുകളിൽ 7ാമത്തേതാണ് ലവുദൂക്യ സഭയ്ക്കുള്ളത്. ആ കത്തിലെ സന്ദേശമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ലവുദൂക്യ സഭ അന്ന് ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കാണ്. ആ സഭകളുടെ അവസ്ഥയും അനുഭവവും ആത്മീയ നിലവാരവും അനുസരിച്ച് അവയ്ക്ക് സന്ദേശം നൽകുകയാണ്. അത് ഇന്നത്തെ നമ്മുടെ ക്രൈസ്തവ സഭയ്ക്ക്, ഭാരതത്തിലെ ക്രൈസ്തവ സഭയ്ക്ക് അവ ഓരോന്നും പഠന വിഷയമാക്കുവാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആ വിവിധ സഭകളുടെ അവസ്ഥയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്ത വിധത്തിലേക്ക് ഇന്ന് നമ്മളെ പല സഭകളും ആയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് ആ 2-3 അധ്യായങ്ങൾ നിങ്ങളുടെ വായനയ്ക്ക് ഞാൻ വിടുന്നു. നമ്മുടെ സഭകളെ വിലയിരുത്തുവാൻ വേണ്ടിയിരിക്കുന്ന വെളിച്ചം അതിൽ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ലവുദൂക്യ സഭയെപ്പറ്റി പറയുമ്പോൾ 2 കാര്യങ്ങളാണ് ആ സഭയെപ്പറ്റി എടുത്തു പറയുന്നത്. ഒന്ന്, അതിൻ്റെ സെൽഫ് കംപ്ലേസൻസി. എനിക്കൊന്നിനും കുറവില്ല, ഞാൻ സമ്പന്നൻ, എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം പുലർത്തിയ സഭയായിരുന്നു ലവുദൂക്യയിലെ സഭ. കാരണമുണ്ട്.
സാമ്പത്തികമായി വളരെ ഔന്നത്യം പ്രാപിച്ച ഒന്ന്. അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് കമ്പിളി വസ്ത്രം ഉണ്ടാക്കുകയും വിൽക്കുകയും ചെയ്യുന്ന ആ വലിയ ഫാക്ടറി അവിടെ ഉണ്ടായിരുന്ന സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമായിട്ടുള്ളതുണ്ട്. മെഡിക്കൽ രംഗത്ത് വളർച്ചയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവർക്ക് എല്ലാ മണ്ഡലത്തിലും അഭിവൃദ്ധി ഉണ്ടായിരുന്നത് കൊണ്ട് സാമ്പത്തിക ഭദ്രതയും അതുപോലുള്ള അഭിവൃദ്ധിയും കൈവന്നപ്പോൾ ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ഞങ്ങൾ സമ്പന്നർ എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് സഭകളെ പറ്റി പറയുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു നന്മ ആ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ ഈ സഭയെക്കുറിച്ച് മാത്രം ഒരു നന്മയും ദൈവത്തിൻ്റെ ആത്മാവ് നോക്കുമ്പോൾ കാണാൻ ഇല്ലാതെ വെള്ളം ആയിത്തീർന്നിരിക്കുന്ന അനുഭവമാണ്. അതിൻ്റെ രണ്ടാമത്തെ അവസ്ഥ എന്തെന്ന് ചോദിച്ചിരുന്നാൽ അത് ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, പിന്നെന്താ അതിൻ്റെ അവസ്ഥ? ശീതോഷ്ണവാനാണ്. അങ്ങനെ പറയുവാൻ കാരണമുണ്ട്. ലവുദൂക്യ പട്ടണത്തിൻ്റെ പ്രാന്തത്തിൽ നിന്ന് ഒരു ഹോട്ട് സ്പ്രിങ് ഉഷ്ണജലപ്രവാഹം ഉണ്ട്. അത് ഒഴുകി ഈ പട്ടണത്തിൻ്റെ സമീപത്തേക്ക് എത്തുമ്പോഴേക്കും അതിൻ്റെ ചൂട് കുറഞ്ഞ് അത് ശീതോഷ്ണവാനായിത്തീരുന്നു. മാത്രമല്ല ചുണ്ണാമ്പ് കല്ലിൽ കൂടിയാണ് ഒഴുകിയെത്തുന്നത് എന്നുള്ളത് കൊണ്ട് അത് വായിൽ ഒഴിച്ചാൽ ഛർദ്ദിക്കാൻ വരും. അതൊക്കെയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ കാര്യം, നീ ഉഷ്ണവാനുമല്ല പിന്നെ ശീതവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിനക്ക് എഴുതുന്നു എന്ന്. ഇത് രണ്ടും മലങ്കര സഭയെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ രണ്ട് വിമർശനങ്ങൾ എന്ന് ഞാൻ കാണുന്നു. ഒന്നാമത്തത് എന്താ? ഒന്നിനും കുറവില്ല. ദാറ്റ് കംപ്ലേസൻസി, പൂർവികമായ സഭയുടെ പൗരാണികത്വത്തിൻ്റെതായിരിക്കുന്ന ചരിത്രം അതെപ്പോഴും അഭിമാനത്തോടെ സ്ഥാനത്തും അസ്ഥാനത്തും അയവിറക്കിക്കൊണ്ട് നാം ഇങ്ങനെ മറ്റുള്ളവരിൽ നിന്നൊക്കെയും വ്യതിരിക്തരായി, അവരിൽ നിന്നൊക്കെയും വ്യത്യസ്തരായി ഞങ്ങൾക്ക് അഭിമാനിക്കുവാനുണ്ട് എന്ന് പറയുവാൻ തക്കവണ്ണം ഉള്ള ആ ഒരു കംപ്ലേസൻറ്റ് ആറ്റിറ്റ്യൂഡ്, സ്വയം സംതൃപ്തിയുടെ ആ ഒരു ചിന്തയാണ് നമ്മെ ഭരിക്കുന്നത്. അത് മേലധ്യക്ഷന്മാരുടെ പ്രസംഗങ്ങളിൽ കൂടി ആയിരുന്നാലും മറ്റ് രചനകളിൽ കൂടി ആയിരുന്നാലും വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ പൊതുജനത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ഒരു വസ്തുത, കുറവുകളെപ്പറ്റി ഓർക്കുന്ന ഒന്നും ഒരിടത്തുമില്ല. നേട്ടങ്ങളെപ്പറ്റിയും നമുക്ക് അഭിമാനിക്കുവാൻ കഴിയുന്ന പൗരോഹിത്യ ശൃംഖല അവിഭാത അന്യൂനമായി കടന്നു വന്നിട്ടുള്ളതിനെ പറ്റിയും അതുപോലെ തന്നെ പുരാതനമായിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെ കലവറ എന്നുള്ള നിലയിലും ഒക്കെ നാം അഭിമാനിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, സമകാലീന സമൂഹത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാൻ തക്കവണ്ണമുള്ള ദർശനവും അതിനുള്ള സമീപനവും ഇല്ലാതെ പൂർവികതയുടെ കാര്യത്തിൽ ഊറ്റം കൊണ്ടുകൊണ്ട് അതിനെക്കുറിച്ച് സ്ഥാനത്തും അസ്ഥാനത്തും അഭിമാനം പൂണ്ടുകൊണ്ട് കഴിയുന്ന ഒരു അവസ്ഥ ആ ലവുദൂക്യ സഭയ്ക്ക് എന്നതുപോലെ മലങ്കര സഭയ്ക്കും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സഭയ്ക്ക് നൽകുന്ന സന്ദേശം നമുക്ക് ഏറ്റവും പ്രസക്തം എന്ന് ഞാൻ കാണുന്നത്. രണ്ടാമത് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ, ശീതോഷ്ണവാനായ സഭയാണ്. ഉഷ്ണവാനാണോ? അല്ല. ശീതവാനാണോ? അതുമല്ല. പഴക്കൊരു ചൊല്ലുണ്ട്, പാതി കൃഷി പാതി മോഷണം എന്ന് പറയുന്ന വിധത്തിൽ ഇത് നിർജീവമാണോ? അല്ല. ഏതാണ്ടൊക്കെ ഉണ്ട്. എന്നാൽ ചൈതന്യമുള്ളതാണോ? അല്ല. ഇങ്ങനെ നമ്മുടെ ഒരു അവസ്ഥ സഭയുടെ എനിക്ക് വളരെ സന്തോഷവും അതേസമയത്ത് അഭിനന്ദനവും തോന്നി. ഒരു പുനർജീവനം വരുത്തുവാൻ ഈ ഭദ്രാസനത്തിലെ മെത്രാപ്പോലീത്ത താല്പര്യപ്പെട്ടുകൊണ്ട്
അതിനുവേണ്ടി പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൽ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഞാൻ തിരുമേനിയെ അഭിനന്ദിക്കുന്നു. നമ്മുടെ സഭ ഇന്ന് മറ്റു പല കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. കോടതിയുടെ പോട്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അതുപോലെ മറ്റു പല കാര്യങ്ങളിലുമാണ്. പക്ഷേ ജനങ്ങളുടെ ആത്മീയത ശീതവാരുമല്ല ഉഷ്ണവാരുമല്ലാതെ അഴിഞ്ഞ പരുവത്തിൽ, ഒരു അഴുവൻ പരുവത്തിൽ കഴിഞ്ഞുകൂടുന്ന ആത്മീയതയിൽ നിന്ന് മാറിയിട്ട് ആത്മീയ തീക്ഷ്ണതയുള്ള, എരിവും തീക്ഷ്ണതയുമുള്ള വിശ്വാസത്തിൽ ജീവിക്കുന്ന കർത്താവിനോടുള്ള സജീവമായ ബന്ധം അന്യൂനമായി പുലർത്തുവാൻ ശ്രദ്ധിക്കുന്ന ഒരു ജനതയിലേക്ക് രൂപാന്തരപ്പെടുവാൻ കഴിയേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ലവദൂക്യ സഭയോട് അരുളി ചെയ്തവനായ കർത്താവ് ഇന്ന് നമ്മോട് പറയുന്ന ഒരു കാര്യം കേൾക്കുക. ഒന്നാമത്തെ കാര്യം, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആ വാതിക്കൽ നിന്ന് മുട്ടുന്ന കർത്താവ് 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. എന്തൊക്കെ? ഒന്ന്, കർത്താവ് നമ്മെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരികയാണ്. അതുകൊണ്ടാണ് ഒന്ന് വാതിക്കൽ നിന്ന് മുട്ടുന്നത്. He has come down seeking after us. മനുഷ്യപുത്രൻ കാണാതെ പോയതിനെ അന്വേഷിച്ച് രക്ഷിപ്പാൻ എത്രയോ വന്നിരിക്കുന്നത്. He has come down. സ്വർഗത്തിലെ മഹത്വത്തെ എല്ലാം കൈവടിഞ്ഞ് പിതാവിനോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ അവിടുന്ന് ഏറ്റവും താഴ്ത്തി നമ്മുടെ അവസ്ഥയിലേക്ക് എഴുന്നള്ളി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഹി ഈസ് ലുക്കിംഗ് ആഫ്റ്റർ യു, ഹി ഈസ് സീക്കിംഗ് ആഫ്റ്റർ യു നോക്കി കടന്നു വരുന്നൊരു കർത്താവാണ്. ഇവിടെയാണ് ഭാരതീയ മതത്തിൻ്റെ ദർശനവും ക്രിസ്തു മതത്തിൻ്റെ ദർശനവും തമ്മിൽ ഉള്ള വലിയൊരു വ്യത്യാസം. ഹൈന്ദവ മതത്തിൽ ഞാൻ അതിനെ കുറ്റപ്പെടുത്തുകയല്ല, ആ സമീപനത്തെ ഒന്ന് ഞാൻ ഉയർത്തി കാണിക്കുന്നു എന്ന് മാത്രം. അവിടെ എന്താ ഉള്ളത്? മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പുറപ്പെടുന്ന ചിത്രമാണ്. വിവിധ മാർഗങ്ങളിൽ കൂടി ആത്മീയമായിരിക്കുന്ന പരമമായിരിക്കുന്ന ഈശ്വരനിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം കർമ്മമാർഗത്തിൽ കൂടി, ജ്ഞാനമാർഗത്തിൽ കൂടി, ഭക്തിയുള്ള മാർഗത്തിൽ കൂടി വിവിധ മാർഗങ്ങൾ അവലംബിച്ച് they are going after God. I seek whom I do not know. By what name to call him I do not know. ഞാൻ അന്വേഷിച്ച് ഞാൻ പോവുകയാണ് എന്ന് കേൾക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ പുസ്തകം തന്നെയും എൻ്റെ സത്യ അന്വേഷണമാണ്. അങ്ങോട്ട് സത്യത്തെ, യാഥാർത്ഥ്യത്തെ അന്വേഷിച്ച് പോകുന്ന ചിത്രമാണ്. എന്നിട്ട് ഇവിടെ കാണുന്നത് നേരെ മറിച്ചൊരു ചിത്രമാണ്. നമ്മെ അന്വേഷിച്ച് നാം ആയിരിക്കുന്ന ഇടത്തേക്ക് കടന്നു വരുന്ന ഒരു കർത്താവിനെയാണ്. അതുകൊണ്ടാണ് സഖ്യായുടെ ഭവനത്തിൽ വെച്ച് പറഞ്ഞത്, മനുഷ്യപുത്രൻ കാണാതെ പോയി അന്വേഷിച്ച് രക്ഷിപ്പാനത്രേ വന്നിരിക്കുന്നത് എന്ന്. പ്രിയമുള്ളവരെ, ഇത് എന്നെയും നിങ്ങളെയും ചിന്തിപ്പിക്കേണ്ടതാണ്. എൻ്റെ കർത്താവ് എന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് ഞാൻ മൂല്യമുള്ളവനാണെന്നുള്ളതാണ്. നിങ്ങൾ അത്രയ്ക്ക് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ മൂല്യവും അതുപോലെ തന്നെ വിലപ്പെട്ടവരായി കാണുന്നത് കൊണ്ട് He has come down in search of you. നിങ്ങളെ സ്വീകരിക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളെ അന്വേഷിച്ച് വരുന്ന ഒരു കർത്താവിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ചിന്ത എന്തെന്നറിയാമോ? അവൻ പുറത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം എന്ത്? അന്വേഷിച്ച് വരുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു, കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ. രണ്ടാമത്തെ കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നത്, അവൻ പുറത്ത് നിൽക്കുന്നതിൻ്റെ കാര്യം എന്താ? He has no place inside. അകത്ത് അവന് ഇടമില്ല, അകത്ത് അവന് സ്ഥലമില്ല. മറ്റു പലരുമൊക്കെ ആയിട്ടാണ് അകത്ത് ആയിരിക്കുന്നത്. In your life, Christ is outside.
പിന്നെ ആരാ ഉള്ളത്? പലരുടെയും ജീവിതത്തിൽ മദ്യം ഒരു വലിയ അതിഥിയാണ്, സ്റ്റാറ്റസ് സിമ്പിൾ എന്ന് പറയാം. ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത്. കോട്ടയം നമ്മളെ വിശ്വാസികളുടെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. പക്ഷേ അവിടെ ഇതിൻ്റെ ഏറ്റവും അധികമായിരിക്കുന്ന സ്വാധീനം നമ്മുടെ ഭവനങ്ങളിലാണ് ഉള്ളത് എന്ന് ഞാൻ പറയട്ടെ. കോട്ടയത്തുകാർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ എന്നെ ഒരു പക്ഷേ നിങ്ങൾ കുറ്റപ്പെടുത്തുമായിരിക്കും. അതുമാത്രമല്ല, എവിടെയും ഇത് തന്നെയാണ്. രതിക്രീഡകളുടെ ധനത്തിൻ്റെ മാമോൻ, അതാ ഏറ്റവും വലിയ ആതിഥ്യം നമ്മുടെ ഉള്ളിലെ അത് ശക്തിയായി പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനും ഏതിനും പണം മാത്രം. ആ ഒരു വിധത്തിലേക്ക് വന്നിട്ട് മാമോനും രതിദേവതയും ക്യുപ്പിഡും അതുപോലെ മറ്റെല്ലാമായിട്ട് ക്രിസ്തുവിന് അവിടെ ഇടയില്ല. അനേക നാളായി ചെറുപ്പത്തിലെങ്ങാണ്ടുണ്ടായിരുന്നു. പക്ഷെ നൗ ഹീസ് ഔട്ട്സൈഡ്. കർത്താവ് പുറത്താണ്. അങ്ങനെ എത്ര പേരുടെ ജീവിതത്തിൽ ക്രിസ്തു ഇന്ന് പുറത്തായിട്ടാണ് മറ്റു പലരുമായി അകത്ത് നാം അഭിരമിക്കുകയും അവരുമായി നാം ഉല്ലസിക്കുകയും ചെയ്തുകൊണ്ട് കഴിയുന്ന അവസ്ഥയെങ്കിൽ സ്നേഹത്തോടും ഏറ്റവും അധികമായ വാത്സല്യത്തോടും ഹീസ് കമ്മിങ് ആഫ്റ്റർ യു. മൂന്നാമതൊരു ചിന്ത അവിടെ ഉള്ളത് പ്രത്യേകം ഓർക്കണം. അവിടുന്ന് വാതിൽ തള്ളി തുറക്കുന്നില്ല, പിന്നെയോ വാതിൽക്കൽ നിന്ന് മുട്ടുന്നത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? നീ അകത്തു നിന്ന് വാതിൽ തുറക്കണം. ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി. നിന്റെ ചുമതലയാണ്. നീ തുറക്കുന്നെങ്കിൽ മാത്രമേ കർത്താവ് അകത്ത് പ്രവേശിക്കുകയുള്ളൂ. തള്ളി തുറന്ന് അകത്തേക്ക് വരില്ല. ഇത് നാം ഓർക്കേണ്ടതാണ്. ഈ വാക്യത്തെ ആധാരമാക്കി ഹോൾമൻ ഹണ്ട് എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു ചിത്രകാരൻ ഒരു ചിത്രം രചിച്ചു. ഹോൾമൻ ഹണ്ട്, ദ നോക്കിംഗ് ക്രൈസ്റ്റ്. പലരുടെയും ഒരു ഭവനത്തിലൊക്കെ ആ ചിത്രം ഉണ്ടായിരിക്കും. എൻ്റെ ഭവനത്തിൽ ആ ഒരു ചിത്രം എൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി MC പൗലോസിറ്റൻ കൊണ്ട് തന്നത് ഞാൻ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട് ഭിത്തിയിൽ. ആ ചിത്രം ആദ്യം രചിച്ചു കഴിഞ്ഞിട്ട് പ്രദർശനത്തിന് വെച്ചിരിക്കുകയാണ്. ആളുകളൊക്കെ കാണുവാനായിട്ട് കൗതുകത്തോടെ ഈ മനോഹരമായ ചിത്രവും അതിൻ്റെ വീക്ഷണവും എല്ലാം കാണുവാൻ, കർത്താവിൻ്റെ മുഖത്തെ ഭാവം, ആ അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ സ്വഭാവം, ഇതെല്ലാം വ്യക്തമാക്കുന്ന ചിത്രം അനേകരെ ആകർഷിച്ചു. ഓരോരുത്തരും വന്ന് കണ്ട് അതിനെപ്പറ്റി ആസ്വദിച്ചുകൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ ചിത്രകാരൻ അവിടെ നിന്ന് വളരെയധികം സംതൃപ്തി എനിക്കുണ്ടായി, സന്തോഷമുണ്ടായി. എന്നാൽ ഒരാൾ കടന്നു വന്നിട്ട് കുറേ നേരം ഈ ചിത്രത്തെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് ഇയാൾ പറഞ്ഞു, മിസ്റ്റർ ഹണ്ട്, ഈ ചിത്രത്തിന് ഒരു കുറവ് ഞാൻ കാണുന്നുണ്ടല്ലോ. എല്ലായിടത്തും കുറവ് കാണുന്നവരുണ്ട്, എവിടെ ചെന്നാലും കുറവേ കാണുകയുള്ളൂ, അങ്ങനെയുള്ളവരുണ്ട്. ഈ പുള്ളി ആ തരക്കാരനാണോ എന്ന് അറിയാൻ പാടില്ല. ഈ പുള്ളി പറഞ്ഞു, ഇതിനൊരു വലിയ കുറവ് ഞാൻ കാണുന്നുണ്ട്. അതെന്ത് എന്നറിയുവാൻ ജിജ്ഞാസയോടെ കൗതുകത്തോടെ ഹണ്ട് ഈ വിമർശകനോട് ചോദിച്ചു. അപ്പോൾ ആ വിമർശകൻ പറഞ്ഞത് എന്തെന്നറിയാമോ? ഈ വാതിലിനൊരു കൈപിടിയില്ല. എല്ലാ വാതിലിനും കൈപിടിയുണ്ട്. എൻ്റെ ഗസ്റ്റ് റൂമിൽ ഞാൻ ഇവിടെ താമസിക്കുന്ന നല്ല ഒരു കൈപിടിയുണ്ട്. എല്ലാ വാതിലുകൾക്കും കൈപിടിയുണ്ട്. പക്ഷേ ഈ വാതിലുകൾക്ക് കൈപിടിയില്ല. എന്തോ ഒരു പോരായ്മയാ, ഭാവരാഹിത്യമാണത്. അപ്പം ഹോൾമൻ ഹണ്ടൊന്ന് ചിരിച്ചു. സ്നേഹിത, ഈ വാതിലിൻ്റെ കൈപിടി ഇതിൻ്റെ അകത്താണ്, ഇതിന് പുറത്തല്ല. ഇത് തുറക്കുന്നത് അകത്തു നിന്നാണ്, പുറത്തുനിന്ന് ആരും ഇത് തുറക്കുന്നതല്ല. അകത്തുനിന്ന് തുറക്കുന്ന വാതിലായത്. അപ്പം അയാൾ ചിന്തിച്ചു, ശരിയാ, ഇത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി
നമ്മുടെ ഉത്തരവാദിത്വമാണ് അകത്തു നിന്ന് തുറക്കുക എന്നുള്ളത്. ഈ ചിത്രം തന്നെ കണ്ടുപോയ മറ്റൊരു കുടുംബം കണ്ടിട്ട് ആ ഒരു പയ്യൻ ചോദിച്ചു, ഇതേ ചോദ്യം തന്നെ, ഈ വീട്ടിലെ ആളുകൾ ആരും അവിടെ ഇല്ലയോ? കർത്താവ് ഇങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കുന്നല്ലോ, ആരും അത് തുറക്കുന്നില്ലല്ലോ. ആ ബാലൻ്റെ മനസ്സിലെ ഭാവന അങ്ങനെയാണ് പോയത്. നമ്മളെ കർത്താവ് എത്ര നേരം ഇങ്ങനെ മുട്ടിക്കൊണ്ട് നിൽക്കണം, ആരും തുറക്കുന്നില്ലല്ലോ, എന്താ ഇത് എന്ന് അവൻ ചിന്തിക്കുന്നതായിട്ട് അവൻ ചോദിച്ചു അവൻ്റെ പിതാവിനോട്, ഡാഡി ഈ വീട്ടുകാരും ഇവിടെ ഇല്ലേ? ഡാഡി ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു, മോനെ ആ വീട്ടുകാരൊക്കെ ഉണ്ട്, അവർ പക്ഷേ അതിന് പുറത്താണ്, അവരതിനകത്തൊന്നുമില്ല, വേറെ കാര്യത്തിലാണ് അവർ മുട്ടുന്നൊന്നും അവരറിയുന്നില്ല എന്ന്. ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ അവസ്ഥയെ ഒന്ന് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കർത്താവ് വാതിലിൻ്റെ പുറത്തു നിന്ന് മുട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് പ്രതികരണമാണ് കൊടുക്കുവാൻ ഉള്ളത് എന്ന് നാം പ്രത്യേകിച്ചും ഓർക്കണം. കർത്താവ് വരുന്നത് അനുഗ്രഹങ്ങൾ കൊണ്ടാണ്. അവിടുന്ന് വരുന്നത് നിന്നെ പുതിയ സൃഷ്ടിയാക്കുവാനായിട്ടാണ്. അവിടുന്ന് വരുന്നത് നിൻ്റെ ജീവിതത്തെ പുതുക്കുവാനായിട്ടാണ്. ഇന്നത് താളം തെറ്റി ഒഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്നൊരു അനുഭവമാണ്. അതിൽ നിന്നൊക്കെയും മാറ്റി നിൻ്റെ ജീവിതത്തിന് അർത്ഥവും നിൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തിയും വരുത്തുവാനായിട്ടാണ്. രോഗമുണ്ട്, എനിക്കറിയാം. ആ രോഗത്തിന് ആശ്വാസം നൽകുവാനായിട്ടാണ് വരുന്നത്. ഞാൻ ഒട്ടേറെ രോഗത്തിൻ്റെ ആ സൗഖ്യം അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഞാൻ പറയും, അംഗപ്രത്യംഗം ശസ്ത്രക്രിയ ചെയ്തിട്ടുള്ള ആളാണ്. മരണത്തോളം എത്തിയ ആളാണ്. അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഇട്ട് എനിക്ക് ഇത് തൈലാഭിഷേകം നൽകിയതാണ്. നമ്മുടെ ഇവാനിയോസ് തിരുമേനിയും സേവോറിയോസ് തിരുമേനിയും കൂടെ ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറി അവിടുന്ന് പുറത്തേക്ക് എടുക്കാൻ വയ്യാതെ ആ ടേബിളിൽ ഇട്ട് തൈലാഭിഷേകം ചെയ്തതാണ്. ഇവിടെ ഇരിക്കുന്ന പല അച്ഛന്മാരും എൻ്റെ രക്തബന്ധുക്കളുണ്ട്. അതാരൊക്കെ ഞാൻ ചോദിക്കുന്നില്ല ഇപ്പോഴും. പലരും കൊണ്ട് ചിലരൊക്കെ കൈ പോക്കുന്നുണ്ട്, കൈ ചലിപ്പിക്കുന്നുണ്ട്. എൻ്റെ രക്തബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ എനിക്ക് രക്തം തന്നവർ സെമിനാരിയിലായിരുന്നപ്പോൾ എത്രയോ പേരുടെ രക്തം, ഒരു പ്രാവശ്യം 25 പേരുടെ രക്തം വരെ വേണ്ടി വന്നു. ഞാനിത് സൂചിപ്പിച്ചത്, കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രതിസന്ധികളൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല. രോഗങ്ങൾ വരാം, വളരെയധികമായ രൂക്ഷമായ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടാം. പക്ഷേ അവയൊക്കെ അതിജീവിക്കുവാനുള്ള കൃപയും കൊണ്ടാണ് അവിടുന്ന് കടന്നു വരുന്നത്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ എല്ലാ ഇല്ലായ്മകളെയും നീക്കുവാൻ, നിനക്ക് വേണ്ടിയിരിക്കുന്നതൊക്കെയും ചൊരിഞ്ഞു തരുവാൻ അവിടുന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് വരുന്നത് എന്ന് നാം ഈ സമയത്ത് പ്രത്യേകിച്ചും ഓർക്കേണ്ടതാണ്. കർത്താവ് പറയുന്ന വാക്കുകൾ കേൾക്കുക. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ടു വാതിൽ തുറന്നാൽ, ഇന്നാലെന്നൊന്നും പറഞ്ഞിട്ടില്ല, മെത്രാച്ചനെന്നോ ബാവായെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, അയ്മേനിയെന്നോ അച്ഛനെന്നോ പറഞ്ഞിട്ടില്ല. ഹുവർ, ആരെങ്കിലും, മേ ബി എ നോൺ ക്രിസ്ത്യൻ ആയിരിക്കാം, പക്ഷേ ആയിരുന്നാലും കർത്താവിന് വേണ്ടി തൻ്റെ ഹൃദയവാതിൽ തുറന്നുകൊണ്ട്, കം ലോർഡ് ജീസസ് ഇൻടു മൈ ഹാർട്ട്, ഇൻടു മൈ ലൈഫ് എന്ന് പറഞ്ഞ് അവിടുത്തെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് പുറകെ കേൾക്കാം. എന്തൊക്കെയാണ് അവിടുന്ന് നമുക്ക് നൽകുന്നത് എന്ന്. നമുക്ക് അവിടുന്ന് നൽകുന്ന ഒന്നാമത്തെ അനുഗ്രഹം അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ കൂട്ടായ്മയുമാണ്. കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും ഈ 90-ാം വയസ്സിലും നിൽക്കുന്നത്. ഞാൻ ഓർക്കുന്നു, ഞാനൊരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ
ഈ കാര്യങ്ങളിൽ എൻ്റെ അമ്മ എന്നെ പ്രോത്സാഹിപ്പിക്കും. ഞങ്ങളെ ആ പ്രദേശത്ത് എവിടെയെങ്കിലും സുവിശേഷ പ്രസംഗം ഉണ്ടെങ്കിൽ ഞാൻ പോകും. ചൂട്ടും കെട്ടിയാണ് പോകുന്നത്. അവരിലൊക്കെ ചിലപ്പോൾ ഉറങ്ങും, അവിടെ കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നാലും അത് അന്ന് മുതൽ ലഭിച്ച ഒരു ചൈതന്യം കർത്താവ് ജീവിതത്തിൽ വന്നതുകൊണ്ട് ഏതെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും അവയെ തരണം ചെയ്യുവാനുള്ള ശക്തി കർത്താവ് തരും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ വലിയ ധൈര്യം പറയുന്നത്. എൻ്റെ കൃപ നിനക്ക് മതി എന്ന പൗലോസ് അപ്പോസ്തലനോട് പറഞ്ഞപ്പോൾ മറ്റൊന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം ചെന്ന് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ തൻ്റെ രോഗത്തിന് പ്രതിവിധി തേടി അപേക്ഷിച്ചു. രോഗം എന്തോ നമുക്കറിയത്തില്ല. there is a thorn in my flesh. എൻ്റെ ദേഹത്ത് ഒരു മുള്ളുണ്ട്, a thorn. അത് ശൂലമെന്നും തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതെന്നെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുക, എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താ രോഗം? ചിലർ പറയുന്നു എപ്പിലെപ്സി, ചിലർ പറയുന്നു മലേറിയ, ചിലർ പറയുന്നു കണ്ണിൻ്റെ കാഴ്ചക്കുറവ്. ഇങ്ങനെ പലരും പറയുന്നു. ഓരോരുത്തരുടെ ഭാവനയ്ക്കനുസരിച്ച് ഡയഗ്നോസിസ് മാറിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ ഒരു കാര്യം നിശ്ചയമാണ്, ഇറ്റ് വാസ് സം ഫിസിക്കൽ മാലഡി. ഏതോ ശാരീരികമായ പ്രയാസം, പ്രതിസന്ധി ആയിരുന്നു. അത് മാറിക്കിട്ടുവാനാ അപ്പോസ്തലൻ പ്രാർത്ഥിച്ചത്. ഒരു വട്ടമല്ല, 2 വട്ടമല്ല, 3 വട്ടം പ്രാർത്ഥിച്ചു. ഓർത്തു നോക്ക്, ഇതുപോലെ കർത്താവിന് വേണ്ടി എരിവോടും തീക്ഷ്ണതയോടും പ്രവർത്തിക്കുന്ന ഒരാൾ കരയും കടലും കടന്ന് റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ യഹൂദന്മാരോടും യവനന്മാരോടും പ്രസംഗിച്ച് കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്ന ഒരാളിന് എന്തിന് ഈ രോഗം കൊടുത്തു? ഈ അസ്വാസ്ഥ്യം നൽകി അങ്ങ് മാറ്റാൻ മേലായിരുന്നോ? അതുകൊണ്ട് അദ്ദേഹം തന്നെ മാറ്റുവാൻ പ്രാർത്ഥിച്ചു. കർത്താവേ, ഇത് മാറ്റിത്തരണമേ എന്ന്. എന്നിട്ട് എന്തായിരുന്നു മറുപടി? രോഗം മാറ്റിക്കൊടുത്തില്ല, എന്നാൽ വലിയൊരു അഷ്വറൻസ് കൊടുത്തു. മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് അൺടു ദീ. എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ ബലഹീനതയെ അതിജീവിക്കുന്നതാണ്. അപ്പോൾ കർത്താവ് നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ശക്തി നമ്മുടെ ബലഹീനതയൊക്കെയും അതിജീവിക്കുവാൻ പര്യാപ്തമായിട്ടുള്ള ആ തിരുസാന്നിധ്യവും അവിടെ നിന്ന് ലഭിക്കുന്ന ആ ശക്തിയുമാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. ആ കർത്താവിനോടുള്ള ബന്ധമാണ് ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കർത്താവിനെ വിസ്മരിച്ചിട്ട് മറ്റു പലതിലേക്കൊക്കെയാണ് പോയിരിക്കുന്നത്. ക്രൈസ്റ്റ് സെൻറ്റേർഡ് ലൈഫ് അതിന്ന് നമുക്ക് നഷ്ടമായിരിക്കുക. ഞാനത് പറയുമ്പോൾ ചിലർക്കൊക്കെ ഒരു പക്ഷേ അത് അത്ര ഇഷ്ടമായി എന്ന് വരില്ല. നാം മറ്റ് പല മാതാപിതാക്കന്മാരുടെ ചിന്തയിൽ വരുന്നത് പോലെ തന്നെ നമ്മൾ പുണ്യവാളന്മാരുടെയും അതുപോലെ പരിശുദ്ധന്മാരുടെയും അവരൊന്നും വേണ്ടാന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. കർത്താവിനേക്കാൾ ഉപരിയായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് അവരെല്ലാത്തിലും മതി എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം ഒന്ന് മാറിയിട്ട് യേശു ക്രിസ്തുവാണ് നിന്റെ രക്ഷകൻ. ആകാശത്തിൻ്റെ കീഴെ മനുഷ്യർക്ക് നൽകപ്പെട്ട എന്താ വേറൊരു നാമവും ഇല്ല. പത്രോസ് എത്ര ശക്തിയായിട്ടാണ് പറയുന്നത്. എവിടെയാ പറഞ്ഞത്? യെരുശലേമിൽ ഏറ്റവും അധികം പ്രധാനപ്പെട്ട അവരുടെ സ്ഥാനികൾ ഉൾക്കൊള്ളുന്ന യഹൂദ മതമേധാവികളുടെ സന്നിധിയിൽ മുമ്പാകെ നിന്നുകൊണ്ട് പറയുകയാണ്, ആകാശത്തിൻ്റെ കീഴിൽ രക്ഷിക്കപ്പെടുവാൻ മറ്റൊരു നാമവുമില്ല, യേശുക്രിസ്തു എന്ന ഏകനാമം മാത്രം. ആ കർത്താവിനോടുള്ള ആ ബന്ധവും ആ ഒരു അനുഭവവുമാണ് എന്നെ ഒരു ക്രിസ്ത്യാനിയാക്കുന്നത്, ഒരു ക്രിസ്ത്യ വിശ്വാസിയാക്കുന്നത്. മറ്റൊന്നുമല്ല. സഭയിലെ ബന്ധത്തിലേക്ക് എന്നെ കൊണ്ടുവരുന്നതും ക്രിസ്തുവിൽ കൂടിയാണ്. ഇറ്റ് ഇസ് ദ ക്രൈസ്റ്റ് ഹു ബ്രിങ്സ് മീ ഇൻ ടു ദ ചർച്ച്. സഭയിലെ അംഗമാക്കി തീർക്കുന്ന ക്രിസ്തുവാണ്.
ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലാണ് ഞാൻ സഭയിൽ അംഗമാകുന്നത്. ക്രിസ്തുവിനോടുള്ള ബന്ധം ഇല്ല എങ്കിൽ സഭയുടെ അംഗത്വത്തിനൊന്നും വലിയ പ്രസക്തി ഞാൻ കാണുന്നില്ല. പോകട്ടെ, നാം ചിന്തിച്ചു തുടങ്ങിയത് 3 കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്ന്, കർത്താവ് വാതിലിന് പുറത്താണ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളെ അന്വേഷിച്ചു കൊണ്ടുവരുന്നു. ആ കർത്താവ് ഇന്ന് രാത്രിയിൽ പലരുടെയും വാതിൽക്കൽ നിന്ന് മുട്ടുന്നുണ്ട്. കർത്താവെ, അവിടുന്ന് എന്നെ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ, ക്രിസ്തു അവൻ്റെ ഉള്ളിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി. മദ്യത്തിൽ അടിമയായും ലോകത്തിൻ്റെ ഇമ്പങ്ങളിൽ മുഴുകിയും വഴക്കടിച്ചും പോരാട്ടം നടത്തിയും മറ്റുമായി അധാർമികമായ മാർഗത്തിൽ കൂടി ചരിച്ച ജീവിതത്തിന് ഒരറുതി വന്നിട്ട് മറ്റൊരനുഭവത്തിലേക്ക് വരുവാൻ ആ കർത്താവ് നിന്നെ ആക്കുവാൻ വരികയാണ്. രണ്ടാമത് ഞാൻ പറഞ്ഞത്, ആ ഹൃദയത്തിൽ മറ്റു പലതുമൊക്കെ ഇന്ന് ഇരിപ്പുണ്ട്. അതൊരാത്മശോധനയ്ക്ക് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് പ്രേരണ നൽകട്ടെ. ആരൊക്കെയായി ഇന്ന് കർത്താവിനെ പുറത്താക്കിയിട്ട് ഉള്ളിൽ കുടികൊള്ളുന്നത് എന്നൊന്ന് തിരിഞ്ഞു നോക്കണം. പരിശുദ്ധാത്മാവാണ് പാപത്തെക്കുറിച്ച് ബോധപ്പെടുത്തുന്നത്. അവൻ വന്ന് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് നിങ്ങളെ ബോധപ്പെടുത്തും. ആര്? അവൻ, പരിശുദ്ധാത്മാവ്. He shall convict you of your sin. ജോഷുവ അച്ഛനോ സ്പെൻസർ അച്ഛനോ മറ്റാർക്കും ഒന്നും ചെയ്യാൻ ഒക്കില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ നിന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കും. ഇതൊക്കെയാണ് മകനെ നിന്റെ പോരായ്മകൾ. കർത്താവിനെ നീ പുറത്താക്കിയിട്ട് അകത്ത് നീ അഭിരമിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് 1, 2, 3 എന്നിങ്ങനെ വെളിപ്പെടുത്തി തരും. അപ്പോൾ നമുക്കൊന്ന് പറയുവാനുള്ള, കർത്താവേ, എന്നെ നീ വെളിപ്പാക്കണമേ, നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ തളിക്കണമേ. ആ ഒരു ഹൃദയ നിർമ്മലത നമുക്ക് തരുവാൻ അതാ കർത്താവ് വരുന്നത്, മരീതിയൊക്കെ ഇന്ന് പുറത്താക്കുവാൻ. മൂന്നാമത് നമ്മൾ കേട്ടത്, അവിടുന്ന് ഒരിക്കലും നിർബന്ധിക്കില്ല. നിനക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദ ഫ്രീ വിൽ ഓഫ് മാൻ. ഇത് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യന് ഫ്രീ വിൽ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട്? ദൈവം മനുഷ്യനെ ദൈവത്തിൻ്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവമാണ് എല്ലാത്തിനും നിശ്ചയിക്കുന്ന, അത് മനുഷ്യനും കൊടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് ദൈവം അതിൽ നിന്ന് കടന്നു വരികയില്ല. നീ തന്നെയാണ് അതിനെപ്പറ്റി തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒരു തീരുമാനമാണ് ചെയ്യേണ്ടത്. യേശുവേ, എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഞാൻ അങ്ങേ പുറത്താക്കി മാറ്റിയതാ, എൻ്റെ വാതിൽ അകത്തു നിന്ന് ഞാൻ തുറക്കുകയാണ്. എന്നിലേക്ക് കടന്നു വരണമേ. ആ കർത്താവ് കടന്നു വരുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ചുരുക്കമായി ഇപ്പോൾ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമത്തെ കാര്യം, അവിടുന്ന് നമ്മുടെ അതിനാഥനായി ഹൃദയത്തിൽ വാഴുമ്പോൾ പിന്നെ നമുക്ക് ഏറ്റവും സമാധാനമാണ്. രോഗം വരാം, അതിനെ നമുക്ക് അതിജീവിക്കാം. പ്രതിസന്ധി വരാം, അതിൽ നമുക്ക് തരണം ചെയ്യുവാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കും. വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ഇതാ മകനെ, ഇതാ വഴി എന്ന് നമുക്ക് കാണിച്ചു തരുവാൻ തക്കവണ്ണം ഹീ ഈസ് ദ വേ, ഹീ ഈസ് ദ ട്രൂത്ത് ആൻഡ് ഹീ ഈസ് ദ ലൈഫ്. അത് നമ്മെ നയിക്കുന്നവനായി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്. രണ്ടാമത്, അവിടുന്ന് നമ്മോടുകൂടി അത്താഴം കഴിക്കും എന്നവൾ പറയുന്നത് ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ്. യഹൂദന്മാർക്കും പ്രത്യേകിച്ച് മധ്യപൗരസ്ത്യ ദേശത്തുള്ളവർക്ക് അറബികൾക്കും മറ്റും ഈ പന്തിഭോജനം ഒരുമിച്ച് കഴിക്കുക എന്ന് പറയുന്നത് ഐക്യത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അടയാളമാണ്. നിങ്ങൾക്കറിയാം, അറബികളുടെ ഏറ്റവും വലിയ സന്തോഷം ഒരേ പാത്രത്തിൽ നിന്ന്, അറബിയുടെ വലിയ കേമനായിരിക്കുന്ന ആളും അവരും ഒരേ പാത്രത്തിൽ നിന്ന് ഒരുമിച്ചെടുത്ത് ഭക്ഷിക്കുന്ന ആ ഒരു അനുഭവം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒരു വലിയ അടയാളമായി ഈ പൗരസ്ത്യ ദേശത്തുള്ള ആളുകൾ
കാണുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ആ ഒരു വലിയ അനുഭവമാണ് നമ്മുടെ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്നത്. ആ അപ്പം കഴിക്കുന്ന അനുഭവത്തിൽ കൂടി കർത്താവ് നമ്മിലേക്ക് എഴുന്നള്ളി വരുന്നു. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ കുർബാന അനുഭവത്തെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. കാരണം അത് വളരെ 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 അധികം നിരാശാജനകമായ അനുഭവത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുക. യാതൊരു ഒരുക്കവുമില്ലാതെ പണ്ട് 3 ദിവസമെങ്കിലും നോമ്പ് നോറ്റ് അങ്ങനെയുള്ള ഒരുക്കത്തോടു കൂടി അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം ചൊല്ലി അനുതാപത്തിൻ്റെ മസൂറാകൾ ചൊല്ലി ഒക്കെ വന്ന കുർബാന അനുഭവിക്കുന്നത്. ഇന്നതൊന്നും വേണ്ട. അച്ഛനൊന്ന് തലയ്ക്ക് പിടിച്ചാൽ മതി. പ്രാർത്ഥിക്കൊന്നുമില്ല, അച്ഛൻ തലയ്ക്കൊന്ന് പിടിക്കണമെന്നേ ഉള്ളൂ. അത് തലയ്ക്ക് പിടിക്കാൻ നിൽക്കുന്നവരുണ്ട്, എത്രയാ വലിയ ക്യൂ ആയിട്ട്. അത് കാണുമ്പോഴാണ് പ്രയാസം തോന്നുന്നത്. ഈ അച്ഛനോ എങ്ങനെയാണ് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയോളൂ, നെറ്റിക്കൊന്ന് പിടിച്ചു ഇനി എത്ര ഉണ്ട് ഇത് നോക്കിയാണ് നിൽക്കുന്നത്. നമ്മുടെ സഭയ്ക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന വലിയ ഒരു ദുസ്ഥിതി ഇതാണ്. ഇത് പരിഹരിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ്. കുർബാന എന്നുള്ളത് കർത്താവിനിലേക്ക് എഴുന്നള്ളതാണ്. അതിനു മുമ്പുള്ള രാത്രി, പ്രത്യേക അച്ഛന്മാരോട് പോലും ഞാൻ പറയട്ടെ, ആ കുർബാന അനുഷ്ഠിക്കുവാനുള്ള രാത്രി മുമ്പ് അച്ഛന്മാരാരും വീട്ടിൽ താമസിക്കില്ല, പള്ളിയിലേ പോയി താമസിക്കുകയുള്ളൂ. കോരുത് മൽപ്പാനച്ഛൻ, അച്ഛൻ്റെ വീട് താഴെയാ, പള്ളിക്ക് താഴെയാ. കുർബാന ഉണ്ടെങ്കിൽ പള്ളി മുറിയിലാണ് പോയി താമസിക്കുന്നത്. ആ രാത്രി മുഴുവനും പ്രാർത്ഥനയുടെയും ജാഗരണത്തിൻ്റെയും ആ ഒരുക്കത്തിൻ്റെയും ഒക്കെ കഴിഞ്ഞിട്ടാണ് കുർബാന അനുഷ്ഠിക്കുവാനായിട്ട് പോകുന്നത്. ഇന്ന് പല വൈദികരും രാത്രി ക്രിക്കറ്റും കണ്ട് മറ്റെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് അങ്ങനെ രാത്രി കഴിച്ചു കൂട്ടുന്നവരും ഇല്ലാതില്ല. ഞാൻ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ വിചാരിക്കേണ്ട, അവർ ആത്മശോധനയ്ക്ക് ഞാൻ വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ അവൻ നമ്മോടുകൂടി അത്താഴം കഴിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് ഈ ലോകത്ത് എനിക്ക് കിട്ടാവുന്നതിലേക്കും വെച്ച് ഏറ്റവും അമൂല്യമായ അതുല്യമായ ഒരു പദവിയാണ് കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിക്കുവാൻ ലഭിക്കുന്ന മഹാഭാഗ്യം. പ്രിയമുള്ളവരെ, അത് മാറിയിട്ട് ഇന്ന് ഒരു ചടങ്ങായി പോയിരിക്കുന്നില്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് മാത്രം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ ചുരുക്കട്ടെ. നാം കേട്ടതുപോലെ, നാം ചിന്തിച്ചതുപോലെ വാതിൽക്കൽ നിന്ന് മുട്ടിപിടിക്കുന്നവനായ കർത്താവ് ഈ കൺവെൻഷൻ്റെ ഈ സമാപന യോഗത്തിൽ ഇന്ന് ഒരു വലിയ സന്ദേശവുമായി നമ്മുടെ അടുക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ബിഹോൾഡ് ഐ സ്റ്റാൻഡ് അറ്റ് യുവർ ഡോർ. മകനെ, മകളെ, ഞാൻ നിൻ്റെ ഹൃദയവാതിൽക്കൽ വന്ന് നിൽക്കുകയാണ്. നീ ഏറെക്കാലമായി എന്നെയും നിരസിച്ചും എന്നിൽ നകന്നും എന്നോടുള്ള ബന്ധത്തിൽ നിന്ന് നീ വിട്ടുമാറിയും മറ്റുമൊക്കെ ജീവിച്ചിരുന്നതിന് ഒരു അറുതി വരുത്തിയിട്ട് ഒരു പുതിയ അധ്യായം 2019 നീ കടന്നിരിക്കുമ്പോൾ ഒരു പുതിയ ജീവിതവും നിൻ്റെ കുടുംബത്തിലും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷം കൈവരുവാൻ കർത്താവ് ഇതാ കടന്നു വരുന്നു. നമുക്കൊന്ന് മാത്രം പ്രാർത്ഥിക്കുവാനുണ്ട്. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് മുഴുവനായിട്ട് അവിടുന്ന് ആധിപത്യം എടുക്കുക. എനിക്കൊന്നുമില്ല, ഇതിനുള്ളതെല്ലാം അവിടുത്തെ കരങ്ങളിലാണ്. അവിടുത്തെ ഇഷ്ടത്തിന് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. നാഥ, കം ലോർഡ് ജീസസ്, ടേക്ക് മീ, ലീഡ് മീ ആൻഡ് മേക്ക് മീ എ ന്യൂ ബീയിങ്. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി തീർത്ത് നിൻ്റെ മഹത്വത്തിനായി ആക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷത്തേക്ക് നമ്മുടെ തലകളെ വണക്കി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൽ താഴ്വരയിൽ
നിൻമൊഴികൾ കൂരിരുളിൻ താഴ്വരേ ദീപമതായി നിൻമൊഴികൾ തിരുകരത്താൽ വഹിച്ചു എന്നെ തിരുഹിതം പോ നടത്തേണമേ. കുശവൻ കയ്യിൽ കാളിമള്ളു ഞാനുദിനം നീ പണിയണമേ. കുശവൻ കയ്യിൽ കാളിമള്ളു ഞാൻ അനുദിനം നീ പണിയണമേ. കാരുണ്യവാനായ കർത്താവേ, അവിടുന്ന് സ്നേഹസമ്പന്നനും വ്യക്തികളായി ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കരുതുകയും ഞങ്ങളെ അതിശയകരമായി വഴി നടത്തുകയും ചെയ്യുന്ന ഞങ്ങളുടെ കർത്താവാകുന്നു. എന്നാൽ പലപ്പോഴും ഞങ്ങൾ അങ്ങയെ വിട്ട് അങ്ങയോട് കൂടി അല്ലാതെയുള്ള ജീവിതം നയിച്ചു പോയിട്ടുള്ളത് ഞങ്ങൾ ഈ സമയത്തോർത്ത് ദുഃഖിച്ച് അവിടുത്തോട് ഏറ്റു പറയുന്നു. കർത്താവെ, നിന്നെ മറന്നും നിന്നിൽ നിന്നകന്നും ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തെയൊക്കെയും നീ ഞങ്ങളോട് ക്ഷമിച്ച് ഇന്ന് മുതൽ ഞങ്ങൾക്ക് കൂടുതൽ നിന്നോടുള്ള ബന്ധം സജീവമായി തീരുവാൻ തക്കവണ്ണം ഓരോ നിമിഷത്തിലും അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ ഓർത്ത് നിന്നോട് ഞങ്ങളുടെ ഹൃദയം പകരുന്ന അനുഭവത്തിൽ അവിടെ ഹന്നാ ദൈവാലയത്തിൽ ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയം പകർന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വിഷമതകളിലും മറ്റെല്ലാ അവസ്ഥകളിലും അവിടുത്തെ മുമ്പാകെ വന്ന് ഹൃദയം പകർന്ന് നിന്നിൽ നിന്ന് വിടുതലും ആശ്വാസവും ശക്തിയും പ്രാപിച്ച് ജയകരമായി മുന്നേറുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഇതിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയെയും അവിടുന്ന് കർത്താവെ കടാക്ഷിച്ച് അവരുടെ ജീവിതത്തിലേക്ക് നീ ശക്തിയായി കടന്നെത്തി പുതിയ വെളിച്ചത്തിൽ പുതിയ മാർഗത്തിൽ നയിക്കണമേ. ഇപ്പോഴും എപ്പോഴും ഞങ്ങൾ തിരുനാമത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ട് തന്നെ. ആമേൻ.